ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈവൻ വിശ്വാസമില്ലാതിരുന്നിട്ട് പോലും ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമായിരിക്കണം അവൻ ആ ഹീലിംഗ് കിട്ടിയിട്ടുണ്ടാവുക. എൻ്റെ വിശ്വാസം അതിലൊന്നും മാതാവിനോടുള്ള വിശ്വാസക്കുറവല്ല, ഉടമ്പടിയിലുള്ള വിശ്വാസക്കുറവും ഉണ്ടായിരുന്നിട്ട് പോലും അവന് കംപ്ലീറ്റ് ഹീലിംഗ് അന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഉടമ്പടിനെക്കുറിച്ച് ഓൾമോസ്റ്റ് മറന്ന പോലെയായി. 2021 ഞാൻ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം കൊടുത്തു. അവൾ പെൺകുഞ്ഞാണ്. അവൾ ജനിച്ച അന്ന് തൊട്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവളിപ്പോൾ മയങ്ങി വരും, നല്ല ഉറക്കം വരും, പക്ഷേ ഡീപ്പ് സ്ലീപ്പിലേക്ക് അവൾക്ക് പോകാൻ പറ്റില്ല. നമ്മൾ ഉറക്കി കൊണ്ട് കിടത്തുമ്പോൾ അപ്പം തന്നെ ഞെട്ടി അവൾ എണീക്കും, കരഞ്ഞെണീക്കും. അതുപോലെ പിന്നെ ഇച്ചിരിയെങ്കിലും അവൾ മയങ്ങുക, എൻ്റെ തോളത്ത് ഇങ്ങനെ കുറച്ചൊരു അപ്രൈറ്റ് പൊസിഷൻ, ഒരു 90 ഡിഗ്രി പൊസിഷൻ, അവളുടെ നെക്കൊക്കെ പൊസിഷൻ ചെയ്ത് കൊടുത്താൽ അവൾ കുറച്ച് നേരം ഒന്ന് മയങ്ങും. അപ്പോഴും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ അവൾ എണീക്കും. അങ്ങനെയായിരുന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരുന്നു. നിർത്താതെയുള്ള കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലറിക്കരയുകയാണ് ചെയ്യുക. അതിങ്ങനെ കരഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആർക്കും അടുത്ത് നിൽക്കാൻ പോലും പറ്റില്ല. അതുപോലത്തെ നമ്മുടെ ബ്രെയിൻ ട്രിഗർ ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു കരഞ്ഞാൽ. അപ്പോൾ ഒരു മാസത്തോളം എൻ്റെ സിസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ തന്നെയായി. അപ്പോൾ ഈ ഒരു മാസത്തിനോടടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടർ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്. ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഇവളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ഡോക്ടർ കുറച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഇവൾക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് പറയാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയിലേക്ക് പോകും, പക്ഷേ 6-7 മാസമാകുമ്പോഴത്തേക്കും സെറ്റിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് എണീക്കുക എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ കിടന്നാലല്ലേ എണീക്കുന്നുള്ളൂ. അപ്പോൾ രാത്രി ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് ഞാനിങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക, അങ്ങനെ മാത്രമായിരുന്നു. കാരണം ഇവൾ കരഞ്ഞ് വാശി പിടിക്കുന്നൊരവസ്ഥയാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇരിക്കില്ല, പലപ്പോഴും ഇങ്ങനെ കയ്യിൽ നിന്നൊക്കെ പോവും. അങ്ങനത്തെ ഒരു കണ്ടിന്യൂസ് അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന ഡോക്ടറിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ ചേട്ടൻ്റെ ഫോണിലേക്ക് ഡയറക്റ്റ് വിളിച്ചു. അപ്പോൾ അത് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സംസാരിച്ചിട്ട്, എന്താണ് മോളുടെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു എന്ന് അറിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ